ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. കണ്ടില്ലേ, എൻ്റെ കയ്യിൽ 2 കാർഡുകളാണുള്ളത്. രണ്ടും ക്രെഡിറ്റ് കാർഡാണ് കേട്ടോ. രണ്ടും ക്രെഡിറ്റ് കാർഡാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിന്റെ ഈ ഭാഗത്ത് ക്രെഡിറ്റ് കാർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്ത കാർഡിന്റെ ഈ ഭാഗത്തായിട്ടും ക്രെഡിറ്റ് കാർഡ് എന്ന് വന്ന് നിങ്ങൾ കാണാം. രണ്ടും ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ എനിക്ക് 2 ക്രെഡിറ്റ് കാർഡുകൾ കിട്ടിയെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും കാർഡ് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ അതിന് നമ്മൾ അവര് ടേംസ് ആൻഡ് കണ്ടീഷന് യോജിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കാർഡ്, എനിക്ക് 2 കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ കാർഡിനെ അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഈ കാർഡിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അതുപോലെ എന്തൊക്കെയാണ് ഈ കാർഡിന്റെ ബെനിഫിറ്റുകൾ അഥവാ ഓഫറുകളും മറ്റുള്ള ഡീറ്റെയിൽസുകളും, അതുപോലെ എന്തൊക്കെയാണ് ഇതിന്റെ പോരായ്മകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ആവശ്യമുള്ളവർ അപ്ലൈ ചെയ്ത് നോക്കുക. ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. യൂസ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് വളരെ യൂസ്ഫുൾ ആണ്. യൂസ് ചെയ്യേണ്ട രീതിയിൽ അതിനെ യൂസ് ചെയ്യണം എന്ന് മാത്രം. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങളും എന്നൊക്കെ നോക്കാം. അപ്പോൾ അതിനു മുൻപ് ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ നല്ല രീതിയിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗുണങ്ങൾ എന്ന് പറയുന്നത് പർച്ചേസിംഗ് ലിമിറ്റ്സ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. സ്റ്റേറ്റിംഗ് ആയിട്ടുള്ള റിവാർഡ് പോയിന്റുകൾ, നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റിവാർഡ് പോയിന്റുകൾ കിട്ടും. ആ റിവാർഡ് പോയിന്റുകൾ ഉപയോഗിച്ച് നമുക്ക് റീചാർജ് ചെയ്യുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പർച്ചേസ് ചെയ്യാനൊക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ മൂവി ടിക്കറ്റുകൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. കൂടാതെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള എയർ ടിക്കറ്റ് നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ മൂവി ടിക്കറ്റുകൾ ചില സമയങ്ങളിൽ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കും. അങ്ങനെയുള്ള ഓഫറുകളും ഈ ഒരു കാർഡിൽ വരാറുണ്ട്. അതോടൊപ്പം തന്നെ എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. അത് ഇൻ്റർനാഷണൽ ആയാലും അതല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയാലും നമുക്ക് ഫ്രീ ആയിട്ട് എയർപോർട്ടിലെ ലോഞ്ചുകൾ ആക്സസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കൂടാതെ ഹോട്ടൽ ബുക്കിംഗ്, മറ്റുള്ള ഫ്ലൈറ്റ് ബുക്കിംഗ്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും മാളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ ഹൈപ്പർ മാർക്കറ്റുകളിലോ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ഓഫറുകൾ ലഭിക്കുന്നതാണ്. അതുകൂടാതെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവയിൽ പ്രത്യേകമായിട്ടുള്ള ഡിസ്കൗണ്ട് ഓഫറുകൾ ലഭിക്കും. അതോടൊപ്പം തന്നെ നോ കോസ്റ്റ് EMI 12 മാസം വരെ അഥവാ പലിശകളൊന്നും അടക്കാതെ തവണകളായിട്ട് അടച്ചു വാങ്ങുന്ന രീതിയിൽ നമുക്ക് ഫോണുകളോ അല്ലെങ്കിൽ മറ്റെന്ത് സാധനമെങ്കിലും വാങ്ങണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. 12 മാസം വരെ, അതല്ലെങ്കിൽ 6 മാസം മുതൽ 12 മാസം വരെ നോ കോസ്റ്റ് EMI പലിശരഹിതമായിട്ട് ഗഡുക്കളായിട്ട് അടച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. വേറെയും ഗുണങ്ങളുണ്ട്, എല്ലാം കൂടി ഇവിടെ വിശദീകരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. പ്രധാനമായിട്ടുള്ള ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 50 ദിവസം വരെ നമുക്ക് പലിശ നൽകാതെ ഈ ഒരു ലിമിറ്റിൽ നമുക്ക് ലഭിക്കുന്ന കാർഡിൽ എത്ര ലിമിറ്റ് ഉണ്ടോ അത്രയും പൈസയെ നമുക്ക് പർച്ചേസിങ്ങിനായിട്ടും മറ്റും ഉപയോഗിക്കാൻ സാധിക്കും. 50 ദിവസത്തിനുള്ളിൽ നമുക്കത് തിരിച്ചടച്ചു കഴിഞ്ഞാൽ ഒട്ടും പലിശ നൽകേണ്ടതില്ല. അങ്ങനെ നമുക്ക് തിരിച്ചടക്കുകയും ചെയ്യാം. അങ്ങനെ തിരിച്ചടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റൊട്ടേഷൻ ചെയ്യാനും വളരെ നല്ലൊരു ഓപ്ഷനാണ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത്. അപ്പോൾ കാർഡുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങളിവിടെ മനസ്സിലാക്കി. ഇനി ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത്, നിങ്ങൾക്ക് 21 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ 60 വയസ്സിന് ഉള്ളിലുള്ളവരും ആയിരിക്കണം. നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം ഉണ്ടായിരിക്കണം. അഥവാ സാലറീഡ് ആണെങ്കിൽ സാലറീഡ്, അതല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടാണെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ്. സാലറീഡ് ആണെങ്കിൽ 20,000-ന് മുകളിൽ ശമ്പളം ഉണ്ടായാൽ മതി. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള സിബിൽ സ്കോറും ഉണ്ടായിരിക്കണം. ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാർഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോക്ക് താഴെ അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ചോദിക്കുന്നതായിരിക്കും. അത് നൽകുക. അതിനുശേഷം ആക്സിസ് ബാങ്കിൻ്റെ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആകുന്നതായിരിക്കും. അവിടെ നിന്ന് ആക്സിസ് ബാങ്ക് നിലവിൽ ഉപയോഗിക്കുന്നവരാണോ, അതായത് ആക്സിസ് ബാങ്കിൻ്റെ സേവനം നിലവിൽ ഉപയോഗിക്കുന്നവരാണോ ഇല്ലയോ എന്നുള്ള ചോദ്യമുണ്ടാവും. അത് നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ യെസ് എന്നോ, ഇല്ലാത്തവർ നോ എന്നോ നൽകാം. എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള ആ ഒരു മറുപടി എടുത്തു കഴിയണം. അത്രമാത്രമേ ഉള്ളൂ. ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇല്ല എങ്കിലും നിങ്ങൾക്ക് ഈ കാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു, കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻ, നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കാർഡ് ലഭിക്കും. അതുപോലെ നിങ്ങൾ അഡ്രസ്സുകൾ നൽകുമ്പോൾ കഴിയുന്നതും സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള അഡ്രസ്സുകൾ തന്നെ നൽകുക. എങ്കിലാണ് വളരെ പെട്ടെന്ന് കാർഡുകൾ നിങ്ങൾക്ക് അപ്രൂവായി ലഭിക്കുകയുള്ളൂ. റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഉള്ളവർ സിറ്റി അഡ്രസ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അഡ്രസ്സ് ആയാലും അതല്ലെങ്കിൽ വർക്കിംഗ് അഡ്രസ്സ് ആയാലും എന്തായാലും
ആ ഒരു കൃത്യമായിട്ടുള്ള അഡ്രസ്സ് നൽകി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ SR നൽകിയതിന് ശേഷം പിന്നീട് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരിക്കും. എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ബാങ്ക് റെപ്രസെൻറ്റ് നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ KYCയും മറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശദീകരിക്കുകയും എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റുകൾ, അതുപോലെ എത്ര ലിമിറ്റ് നിങ്ങൾക്ക് ലഭിക്കും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ബാങ്ക് ഏജൻറ്റ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏത് കാർഡാണ് വേണ്ടത് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ കാർഡിന് ഓരോ കാർഡിനും എത്രമാത്രം ചാർജ് ആവും, എന്തൊക്കെ രീതിയിലുള്ള ചാർജുകളാണ് ഉണ്ടാവുക, ചാർജ് ഇല്ലാത്ത കാർഡുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ശ്രമം നഷ്ടപ്പെട്ടേക്കാം. ചിലപ്പോൾ നിങ്ങൾ അവരുടെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ വരാത്തതിനാൽ നിങ്ങൾക്ക് ആ ഒരു കാർഡ് ലഭിക്കാതെ വന്നേക്കാം. നിരാശപ്പെടേണ്ടതില്ല. നമുക്കാരും ഒരു ഗ്യാരണ്ടി ഒന്നും നൽകാൻ സാധിക്കുകയില്ലല്ലോ. ചെയ്ത് നോക്കുക. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ റൊട്ടേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത്. ആരും നമുക്ക് വെറുതെ ഒന്നും എടുത്തുകൊണ്ട് പൈസ കടം തരാറില്ല. പക്ഷേ ബാങ്കുകാർ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ രൂപത്തിൽ തരും. പക്ഷേ അവരുടെ ആ ഒരു പോളിസി നമ്മൾ അനുസരിക്കണം എന്ന് മാത്രം. കൃത്യമായിട്ട് അതിൻ്റെ ബില്ലുകൾ മിനിമം ഡ്യൂ കെട്ടാതെ ഫുള്ളായിട്ട് തന്നെ കെട്ടാനുള്ളവർ ആ സമയത്തിനുള്ളിൽ തന്നെ കെട്ടി തീർത്തു കഴിഞ്ഞാൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. 2-ൽ കൂടുതൽ കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കാർഡ് ടു കാർഡ് തന്നെ റൊട്ടേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ മടിക്കാതെ ഫോളോ ചെയ്യുക. ശേഷം കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വാട്സപ്പിലോ മറ്റൊക്കെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ മടിക്കാതെ ചോദിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.